ഈ വർഷം ഇനി റിലീസാകാനുള്ള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന ചിത്രമാണ് ദിലീപ് നായകനായ ബബബ. ഈ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് മോഹൻലാൽ ചിത്രത്തിൽ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ടെന്നതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപും മോഹൻലാലും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഇവരുടെ കോംബോ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതുമാണ്. ഇരുവരും ഒരുമിച്ചുള്ള വളരെ ചിലവേറിയ ഒരു ഡാൻസും ചിത്രത്തിലുണ്ട്. ലോജിക്ക് എല്ലാം മാറ്റിവെച്ച് കാണേണ്ട സിനിമയാണ് ഇതെന്ന് മോഹൻലാൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്രത്തിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാരണം വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ കോംബോയാണ്. ഇരുവരും ഒരുമിച്ചെത്തുമ്പോൾ നല്ലൊരു കോമഡി എന്റർടൈനർ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള പ്രധാന കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ദിലീപ് തന്നെയാണ്. നമുക്കറിയാം, രാമലീലയ്ക്ക് ശേഷം ദിലീപിന്റെ ഒരു ചിത്രവും തിയേറ്ററിൽ വലിയ വിജയങ്ങളായിട്ടില്ല. 2-3 ചിത്രങ്ങൾ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ പരാജയമായിരുന്നു. താരത്തിനു എതിരെയുള്ള കേസ്, മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ, പഴയ സ്ലാപ്സ്റ്റിക് കോമഡികൾ തുടങ്ങിയ വിമർശനങ്ങളും നേരിടുന്നു. പക്ഷേ ബബബയിലൂടെ ദിലീപ് ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ബബബയുടെ റിലീസായ ടീസറിലും പോസ്റ്ററുകളിലും നമുക്ക് ആ പഴയ ഫോമിലുള്ള എനർജറ്റിക്കായ ദിലീപിനെ കാണാൻ സാധിക്കും. കിംഗ്ലെയർ, 2 കൺട്രീസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദിലീപ് അത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്തിട്ടില്ല. ദിലീപിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള വേഷങ്ങളാണ്. ദിലീപിന്റെ ഒരു ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ നമുക്ക് അയാളുടെ ശരിക്കുമുള്ള ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കും. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളുള്ളത് ദിലീപിനാണ്. പറഞ്ഞാൽ തീരാത്ത നിരവധി ജനപ്രിയ ചിത്രങ്ങൾ. ഒരു ഘട്ടത്തിൽ ദിലീപിന്റെ ബോക്സ് ഓഫീസ് വാല്യൂ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മറികടന്നിരുന്നു. ബബബക്ക് മികച്ച പ്രതികരണം ലഭിച്ചാൽ അത് ദിലീപിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഹൈപ്പ് അനുസരിച്ച് ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷനും പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് എങ്കിൽ മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് വരെ ആകാൻ ചിത്രത്തിന് സാധിക്കും. ഈ ഡിസംബറിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും.